വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു യാത്രയിലാണ്. ഇന്നത്തെ ദിവസമല്ല, നമുക്ക് ഒരുപാട് ദിവസങ്ങളായി സന്തോഷത്തിനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ആർക്കിഡോക്സ് തിരൂര്, ആർക്കിഡോക്സ് ദുബായ്, ഇനിതാ നിങ്ങളെ അബുദാബിയിലും നമ്മളെത്തുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, പടച്ചവനോട് ഞാൻ സ്തുതിക്കുകയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദുആ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ആ ഒരു പ്രാർത്ഥന കൊണ്ടും എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും നമ്മളെ ഫ്രണ്ട്സുകളുടെ സപ്പോർട്ട് കൊണ്ടും നമ്മളിതാ വീണ്ടും 3ാമത് ഷോറൂം അബുദാബി തുറക്കണം. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ഒരാളുണ്ട്. ഇതാ കാണിച്ചു കൊടുക്കി. എന്താ ഈ ക്യാമറ മാത്രം അന്നെ കാണിച്ചു കൊടുക്കി. തിരിച്ചൂടി തിരിയട്ടാ. കണ്ണുണ്ടോ? കണ്ണുണ്ട്. പരിചയപ്പെടുത്തി. ഞാൻ ആർക്കിന്റെ പാർട്ണറാണ്. പേര് മുനവർ ഫായിസ്. സ്ഥലം ഇന്റർ പറഞ്ഞ സ്കൂൾ സംഭവം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഞാൻ തിരൂര് മീനടുത്തുള്ള സ്ഥലത്താണ് ഞാനുള്ളത്. പിന്നെ ഞാനിപ്പോ വന്നിരിക്കുന്നത് അബുദാബി ഷോപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാൻ ആർക്കിന്റെ പാർട്ണറാണ്. അത് മാത്രല്ല ഗൈസ്, ദുബായിൽ ആദ്യമായിട്ട് UAE എമിറേറ്റ്സ് മണ്ണിൽ ആദ്യമായിട്ട് അല്ലേ? അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യണ്ടോ? ഓ തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ദുബായ്? ദുബായിൽ വന്ന് എല്ലാരും പറഞ്ഞ സംഭവം എന്താ വെച്ചാല്, നമ്മള് വന്നു കഴിഞ്ഞാല് പ്രവാസി ഒരു എന്താ പറയാ രണ്ടട്ടുള്ള ബെഡാണ്, കട്ടില് കാര്യങ്ങൾ അതിൽ കിടക്കുക, മൂട്ടന്റെ കടി. ഫസ്റ്റ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും എന്റെ പാർട്ണർ സമ്മതിച്ചിട്ടില്ല എന്നെ. അതായത് നമ്മളെ ലൈഫിൽ നമ്മളിപ്പോ ഏതൊരാൾ നാട്ടില് പഠിച്ച് എന്താ വെച്ചാൽ വിദേശത്തേക്ക് ജോലിക്ക് പോവുക എന്നുള്ള കൺസെപ്റ്റാണ് നാട്ടിലുള്ളവർക്ക്. പക്ഷെ ഇവന്റെ കാര്യത്തില് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം, വരുമ്പോ തന്നെ ഒരു കമ്പനിയുടെ ഓർഡറായിട്ട് വരിക. ഈ ഒരു ഭാഗ്യം വേറെ കിട്ടുമോ? കിട്ടൂലതാ. അത് പഠിച്ചോട് നന്ദി. അൽഹംദുലില്ലാ അതിന് പഠിച്ചോണ്ട് നന്ദി പറഞ്ഞാൽ തീരൂല. കാരണം അതൊരു ഭാഗ്യാണ്. ഞാൻ ആദ്യം ഒരു മടിയില്ലാതെ പറയാ, ഞാൻ ആദ്യം തിരൂര് ഫിഷ് മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. ഫാമിലി ബിസിനസ് ആണ്. കാരണം 10-12 വർഷം അവിടെ ജോലി ചെയ്ത് നല്ല രൂപത്തിൽ അവിടെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായത് അവിടെ കൊണ്ടാണ്. അവിടെ കൊണ്ട് വലുതായ ഒരു സംഭവമാണ്. അവിടെ നിന്നാണ് എനിക്ക് പ്രചോദനമായത്. കാരണം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഗൈസ്, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നിതാ ഇപ്പൊ സമയം ഇപ്പൊ ഏകദേശം 12 മണിയായി. ഇവിടുത്തെ നോക്കി നട്ടുച്ച എന്ന് പറഞ്ഞാൽ പെരും വെയിലാണ് പുറത്ത്. എത്രയാണ് 50 ഡിഗ്രി അല്ല 40 തള്ളല്ലേ ജീവസ 40 ഡിഗ്രിയാണ് ചൂട്. ഇവിടെ 40 ഡിഗ്രി ചൂട്. അപ്പം ഞങ്ങളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഇപ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുത്തില്ല. ഞങ്ങൾ പോകുന്നത് നമ്മളെ അബുദാബി ഷോറൂമിലേക്കാണ്. അബുദാബി മുസഫ ഷാബിയ 12-ലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. എന്തായാലും നമ്മളെ ഷോറൂമിന്റെ വിശേഷങ്ങൾ ഇന്ന് കാണാം. നമ്മൾ ഇതിലൂടെ അറിയിക്കുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഫണ്ട് എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നമ്മളൊരു അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരാളെ നമ്മളെ കൂടെ കയറാനുണ്ട്. നമ്മളെ ഫ്രണ്ടാണ്. ആളെ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓടിക്കാൻ ബെൻസാ ഓടിക്കാം. നമ്മൾ പറഞ്ഞ വ്യക്തി എത്തിയിട്ടുണ്ട്. ആരാണ്? എന്തോ ഉണ്ടല്ലോന്ന് ആള് പേടിച്ചിങ്ങനെ ആള് അന്നെ പരിചയപ്പെടുത്തി കൊടുക്കും. ഇന്നറിയല്ലോ അതല്ലേ നടനാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അല്ല അവിടുന്ന് വെള്ളം കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഇവിടെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ല. കുളിന്നല്ലേ പഞ്ചാബില്. അല്ല വന്നത് ഡ്രസ്സല്ലോ, ഇതേ ഡ്രസ്സിലാണ് ഇവരെ കൊടുത്തത്. ഇതേ ഡ്രസ്സിലാണ് കൊടുത്തത്. കുളി നനയില്ലല്ലേ? നല്ല ചൂടാണ് വെള്ളം. ചൂടത്തിട്ട് ഡ്രസ്സൊക്കെ ചൂടത്ത് നല്ല ചൂടാണ്. ചൂടത്ത് ബ്ലാക്ക് ആയിട്ട് ചൂടത്തിട്ട് ഡ്രസ്സാണല്ലേ കറുപ്പ്. ഞങ്ങളൊക്കെ ഏകദേശം ഒരു വൈറ്റ് ടച്ച് ഉള്ളതായിട്ട്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് അബുദാബിയിലേക്ക്. ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല, അതാണ് നമ്മുടെ റാസിഖ് പുനു, റാസിഖ് മുഹമ്മദ്, പിന്നെ റാസിഖ് ഫായിസ്. അങ്ങനെ നമ്മളിതാ അബുദാബിയിലെത്തി. അബുദാബി മുസ്തഫ ഷാബിയ 12. ഞാനിപ്പോൾ അവിടെ ഉള്ളത് നമ്മളെ ഷോപ്പിൻ്റെ നിയറസ്റ്റ് ലൊക്കേഷനിൽ. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളവിടെ ഒരു വൈറ്റ് മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഏകദേശം ഇപ്പോൾ എന്താ പറയുക 5 രൂപക്ക് 100 ദിറംസിൽ 5 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ടാറ്റ അടിക്കുന്നതാ. അതാണ് ഓക്കെ. അപ്പം ഒന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബനിയ സ്പൈക്ക് സൂപ്പർ മാർക്കറ്റ്
റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ബനിയ സ്പൈക്ക് സൂപ്പർ മാർക്കറ്റ്, കുറച്ച് അങ്ങേ പുറം. ഓക്കെ, ഈ റോഡ്, ഈ വരുന്ന റോഡ്. അപ്പോൾ നമ്മൾ ബർദുബായിത്തെ ഷോപ്പ് നിങ്ങളെല്ലാവരും കണ്ടു കിട്ടും. പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ബസ് ഇറങ്ങിയിട്ടൊക്കെ വരാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ബസ് സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടൗൺ തന്നെയാണ്, എപ്പോഴും ടാക്സി ആക്സസ് ഉള്ള ഏരിയ തന്നെയാണ് ഷാബിയ 12. ഷോപ്പ് ഇതാ. ഒരുപാട് സന്തോഷം, ഒരുപാട് നാളത്തെ സ്വപ്നം എന്ന് ഞാൻ പറയില്ല, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഈ ഒരു 3ാമത്തെ ഷോറൂം. അപ്പം സപ്പോർട്ട് ചെയ്തതിന് ഞാൻ വീണ്ടും പറയണം, ഒരുപാട് നന്ദി. ഫായിസ് ബ്രോ നമ്മളെ കൂടെ ഉണ്ട്, ഒരുപാട് ഘട്ടമൊക്കെ സപ്പോർട്ട് ചെയ്താണ്, ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഒരുപാട് ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. കാരണം ഈ ഒരു എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, പടച്ചോനെ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ പറയില്ല, എന്നെക്കൊണ്ടാവണ വിധം പ്രൈസിലായാലും ഓഫറിലായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ ചെയ്തുതരും. അല്ല പൈസ ചെയ്തുതരും. ഓക്കെ, അപ്പോൾ ഷോപ്പ് ഞാനിപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കാണിച്ചാൽ ഇനി വർക്ക് മൊത്തം ഇപ്പോൾ 90% കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10% കൂടി ഇനി കഴിയാനുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ വാ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ എന്താ പറയുക, ഞാൻ എൻ്റെ 2020 തിരൂരത്തെ ഷോറൂം ഓപ്പൺ ആകുന്ന സമയത്ത് ഇതേപോലെ പണി നടക്കണേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യൂസർ ഫോൺ എടുക്കുമ്പോഴുള്ള എന്ത് പ്രതിസന്ധികളായാലും എന്ത് പ്രശ്നങ്ങളായാലും കംപ്ലയിൻസ് ആയാലും, ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലയിൻസ് ആയാലും നമുക്കത് പരിഹരിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു ടീമായിട്ട് നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്കത് തീർപ്പാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഷോപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇവിടെ വാറണ്ടി നാട്ടിലും കിട്ടും, ബർദുബായിൽ കിട്ടും. ബർദുബായിൽ നിർത്തി കഴിഞ്ഞാൽ ഇവിടെയും വാറണ്ടി കിട്ടും, നാട്ടിലും കിട്ടും. നാട്ടിൽ നിർത്തി കഴിഞ്ഞാൽ ഇവിടെയും കിട്ടും വാറണ്ടി. കംപ്ലീറ്റ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ വാറണ്ടി കിട്ടുന്ന പോലെ തന്നെ നമ്മളും ഒരു നിങ്ങൾക്ക് ഇത് തരും. പിന്നെ ഇവിടെ ഒരു ഫോണുകൾ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രീമിയം സാംസങ്ങിൽ തന്നെ ഒരുപാട് മോഡൽസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ പിക്സൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഐപാഡ് ചെയ്യുന്നുണ്ട്, മാക്ബുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഫോണുകളും മാക്ബുക്കും എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ, ഇത് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ പറയുക കവറുകളൊക്കെ ഇങ്ങനെ വെക്കും, അതായത് അക്സസറീസ് കവറും കാര്യങ്ങളൊക്കെ. ഇത് നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് വരുന്നത്. പിന്നെ നമ്മളെ മെയിൻ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരൂർ സ്റ്റോറും സെയിം കളറിനാണ് ലോഗോ. പിന്നെ ഇതുപോലത്തെ ഒരു വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോൺ വെക്കാനുള്ള റാക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്നും വന്ന സത്യം പറഞ്ഞിട്ട് കുറച്ചുകൂടി കണക്ഷൻസ് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മളെ സർവീസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് ഇടുക. ഇതിപ്പോൾ ഇവിടെ പണി സാധനങ്ങളൊക്കെ ഉണ്ട്, രാജാവ് എന്ന് പറയുന്ന മാതിരി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സർവീസ് റൂം. ഇതാണ് ഞങ്ങൾ കുഞ്ഞു സർവീസ് റൂം. നമുക്ക് A to Z എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഫോണിൻ്റെ ഇപ്പോൾ വാറണ്ടി കേസും ഞാൻ പറയില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മളെ ഒരു സ്വപ്നം, ഞങ്ങളെ ഒരു 4 ആൾക്കാരുടെ സ്വപ്നം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംരംഭമാണിത്. നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടിങ് വേണം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരും. ഇനി ഡെയിലി വ്ളോഗ്സൊക്കെ നമുക്ക് ചെയ്യാച്ചിട്ടാണ്. കാരണം ഇനി വരുന്ന എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് തരാനുള്ള സമ്മാനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ നിങ്ങളുടെ മുന്നിൽ സ്ഥിരം വരാനാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ടിങ് പ്രാർത്ഥന വേണം. സപ്പോർട്ടിങ് ഇല്ലാതൊരു കാര്യം നടക്കില്ല. ഞാൻ ഒറ്റയ്ക്കൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പൊന്തിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പാർട്ട്നേഴ്സിൽ തന്നെ, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെ. അപ്പോൾ വീഡിയോ ഇതാണ്, നമ്മളെ സൈറ്റും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ. നിങ്ങൾ എന്തായാലും ഇനാഗ്രേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അറിയിക്കും. വരണം. പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുക, നിങ്ങളിവിടെ വന്ന് കാണുക. ആ ഒരു ടൈം ഞാൻ നിങ്ങളോട് അറിയിക്കും. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഗിവ് അവേ നടത്തിയിരുന്നു, കൊടുത്തിട്ടുണ്ട് iPhone 16. ഇനി 16 നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഒരു ഇനാഗ്രേഷൻ്റെ ഒക്കെ ഒന്ന് സെറ്റായി ഇനാഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പൈസ എൻ്റെ ഒരു അഭിപ്രായം? വേറൊരു കിടിലൻ ഫോൺ ഗിവ് അവേ ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുക ഇവിടെ വരണം. അപ്പോൾ നമ്മുടെ സർവീസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാമല്ലോ. അപ്പോൾ സെറ്റാണ്. നിങ്ങൾ എന്തായാലും അത് ഞാൻ ഇൻസ്റ്റയിൽ അറിയിച്ചോളാം. ഇനാഗ്രേഷൻ്റെ ഡേറ്റ് എന്ന് ഇൻസ്റ്റയിൽ അറിയിച്ചോളാം. അപ്പം ഇനി വീഡിയോ ലെങ്ത് ആകില്ല. ഇന്ന് രാവിലെ മുതലേ കോമഡിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ. ഫുള്ള് തള്ളു വണ്ടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു വൈബ് വീഡിയോസ് ആയിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ ഞാൻ പറയില്ല വ്യൂസും കാര്യങ്ങളും കിട്ടുന്നതല്ല, പക്ഷേ ഇത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ദിവസം ഇത്ര സമയമായില്ല, രാത്രി 8:30 മണിയായി. ഞങ്ങൾ എപ്പോൾ പുറപ്പെട്ടാ പേരും കോമഡി ഇത് അതോ വേണ്ട. എന്നാ ബൈ ബൈ ചേട്ടാ. ഫുൾ അപ്ഡേറ്റ്. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി കാത്തിരിക്കും, അടിച്ചു പൊളിക്കാം.